ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമുക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം അതാ നമ്മൾ ഇന്നലെ കഴുകി കമഴ്ത്തി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് എടുത്ത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് ഇപ്പം ഉപയോഗമില്ലാത്ത പാത്രങ്ങളൊക്കെ മാറ്റി വെക്കാം. ഓക്കെ, ഈ ഒരു പാത്രം മതി, ഇതൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. പിന്നെ അവിടെ അപ്പിച്ചട്ടി ഉണ്ട്, അതും വേണ്ട കേട്ടോ. അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ അത് നമ്മൾ പാത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇതിപ്പം തന്നെ ഓക്കെ. അപ്പോൾ ഇനി നമ്മളെന്താ അപ്പത്തിനുള്ളത് നമ്മൾ എനിക്ക് അപ്പം ചുട്ടുള്ളത് ഞാൻ സെറ്റാക്കി. മിനിന് പഴം വാട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒപ്പുള്ളത് ശരിയാക്കട്ടെ കേട്ടോ. പിന്നെ ഇതാ ചായ, നമ്മൾ ഉപ്പാക്കുള്ള 1/2 ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് അല്ല, 1 ഗ്ലാസ് കേട്ടോ. ഓക്കെ, നമ്മളെ സ്കൂളിട്ട് വന്ന് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കട്ടെ. സമയം 5 മണി ആയിട്ടാ. 5 മണി കഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് എന്താ പണിയെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതാ പോകുന്നപ്പോൾ പച്ചക്കറിക്കാരൊക്കെ കണ്ടിട്ടോ. നമ്മളത് ഈ ഒരു സംഭവം ഇതാ മേടിക്കലെടുത്തിട്ട് ഇത്ര വലിയ ബീട്രൂട്ട് ഉണ്ടാവും ആദ്യമായിട്ടോ കാണുന്നത്. ഇത് എത്ര എണ്ണ? ഇത് 1/2 കിലോനുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി നമ്മൾ 1.5 കിലോ മേടിച്ചിട്ടുണ്ട് കേട്ടോ. 3 3 4. ഇത് തന്നെ 1.5 പുറമുണ്ട് കേട്ടോ. 1.5 കിലോ ക്യാരറ്റാണുള്ളത്. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് പിരിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. എൻ്റെ അമ്മ പറയും ബീട്രൂട്ട് ഉപ്പേരിയെന്ന് എന്നോട് പറയരുത് എന്ന് പറയട്ടോ. അപ്പം എന്താ ദിവസം വിളിക്കുമ്പോൾ അമ്മ ചോദിക്കുക എന്താ മുസിയെ കൂട്ടാൻ? ഞാൻ പറയും ബീട്രൂട്ട് ഉപ്പേരി. അപ്പം അമ്മ പറയും ഇനി ബീട്രൂട്ട് എന്ന് പറഞ്ഞ ഏറെക്കാരം ഞാൻ വരുമ്പോൾ ബീട്രൂട്ട് കൊണ്ട് നാലുണ്ട്. അപ്പോൾ അതാ ബീട്രൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബീട്രൂട്ട് വെക്കണോ വെക്കണില്ല. നമുക്കേ വേറൊരു സംഭവമുണ്ട്, എന്താണല്ലേ അതവിടെ കട്ടെ. അതിൻ്റെ ആ മറ്റേ സംഭവം ഉണ്ടല്ലോ, അതാണ് ചെത്തിക്കളഞ്ഞാൽ പിന്നെ സംഭവം കേടുവരില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം നമ്മൾ കുറച്ച് കോളിഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. വേവിച്ച് എന്ന് പറഞ്ഞാൽ മഞ്ഞളിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോളിഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്താക്കുക, റോസ്റ്റാക്കാം. അപ്പോൾ അതും ചോറും വെക്കണം. പിന്നെ മുരിങ്ങ ഉണ്ട് കേട്ടോ കറിക്കായിട്ട്. അപ്പോൾ മുരിങ്ങാക്കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യട്ടെ, ചോറ് തീമടട്ടെ കേട്ടോ. ചോറ് തീമടത്തല്ല, അരി തീമടത്തെ. അരി കുക്കറിലിട്ടിട്ട് ഒരു 3 അടിക്ക് ആവുന്നില്ല കേട്ടോ ഗൈസ്. ഇവരൊക്കെ പറയാം റേഷൻ കടയിലത്തെ അരി തന്നെ എന്തത്ര വേവ് എന്തത്ര വേവ്, പക്ഷെ എനിക്കത് വേവണാവില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഒരു 3 അടിയുള്ളത് ഇനി 4 അടി തന്നെ ആക്കും ഞാൻ. അപ്പോൾ അത് നേരാക്കട്ടെ. അപ്പം എനിക്കിതാ ഇങ്ങനെ ചോറ് വേണം. എനിക്കത് അപ്പത്തിനുള്ള മാവുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ അത് ഞാൻ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിന്. അപ്പോൾ ഞാനേ എന്തായാലും അത് സെറ്റാക്കാം കേട്ടോ. എന്തൊക്കെ ഡിമാൻഡ്? കറി പച്ച ലീഗ് മറ്റേ അപ്പം കട്ടിയാണ്ട, കട്ടിയായ പിന്നെ ഒന്ന് തിന്നാനുള്ള പോവുക. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ ഒന്നുള്ളൂ തിന്നണം. അങ്ങനെ ഇങ്ങനെ എനിക്ക് തൊളിച്ച ഞാൻ കട്ടില്ല അപ്പ ചുട്ടറില് മെടക്ക കട്ടില്ല അപ്പ ചുടല്. അപ്പൊ ഞാൻ പകുതി അല്ല മിക്സിയിൽ ആട്ടിയ അപ്പം കട്ടില്ല അതാ ചുടല്. അപ്പം ടോട്ടല് അപ്പം കട്ടില്ലാതെ ഞാൻ ചുട്ടല്ല. എനിക്ക് അമ്മ കട്ടില്ല ചുടലുണ്ട്. ഇല്ലാന്ന് ഞാൻ പഞ്ചാര ചക്കര ഇട്ടുങ്ങാണ്ടല്ലേ അല്ലാതെ ചുട്ടിപ്പോ
തേങ്ങ ഇട്ട് കണ്ട് ചുട്ടു. ആ തേങ്ങ ഇട്ട് കണ്ട്. കറിക്കുള്ളത് അങ്ങനെ ചുടലുണ്ടോ? കറി ഉണ്ടാവില്ലല്ലോ, ഉള്ളിയല്ലേ. ആ ഉള്ളി എന്താ കൂട്ടാനല്ലേ അപ്പത്തേക്കുള്ളത്? പക്ഷെ അയക്കുമ്പോ കുറച്ചൊക്കെ കട്ടിയില് ചുടലുണ്ട്. ഇജ്ജ് നാളെ ഇജ്ജ് വന്നിട്ട് ചുട്ടുണ്ടോ? അനക്ക് വേണ്ട കട്ടി. അവിടുത്തെ ഒരു കടീൻ്റെ ഡിമാൻഡ് ഇജ്ജ് തിന്നണില്ലേ? തിന്നണ്ടടി. വേണ്ടച്ച് ഞാൻ നിങ്ങൾക്ക് അപ്പം കടി ഉണ്ടാക്കി കൊടുക്കണ ഡിമാൻഡുകളാണ് എന്തൊക്കെ? ഞാൻ ഇപ്പൊ എന്നല്ല പറഞ്ഞേ, കട്ടി വേണ്ട, പച്ചക്കറി എത്ര? പച്ചക്കറി ചെറുപയർ പച്ച ഐറ്റിങ്ങാട് കറി, പച്ച കളറിൽ മഞ്ഞപ്പൊടി മാത്രം ഇട്ടങ്ങാണ്ട്. ചറിയില്ല ആ സാധനം പച്ചക്കറി അതുള്ളൂ ചറിയ. ഞാൻ കാപ്പം തിന്നിക്കണം. ആ കാപ്പം തന്നെ തിന്നിക്കണേ, കൊറേ തിന്നിക്കണം. കടിയാണ് ഇപ്പൊ ചോളം മോന്ത കാട്ടിത്തരാൻ താല്പര്യം ഇല്ലായിട്ടല്ലേ, പക്ഷെ ഞാൻ കാട്ടിത്തരലില്ല. ഇത്തരം ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനത്തെ ഒക്കെ തന്നെയുള്ളൂ നമുക്ക് കിട്ടുക മക്കളെ. മതി മതി, ഞാൻ പോവാണ്. മതി ഭയങ്കര ഭയങ്കര ഇതാണ് സ്റ്റൈൽ കേട്ടോ. ഇത് ബാക്കിയുണ്ട്. അപ്പൊ ഇനി നാളെ അമ്മ അപ്പത്തിന് ഇപ്പൊ ഏതായാലും ഇത് ബാക്കിയുണ്ട്. അപ്പൊ ഇനി മറ്റന്നാ നാളെ ചൂടാറിനാണ്ട് പറ്റൂല. നാളെ വൈകുന്നേരത്തേക്കും പിന്നെ കുറച്ചല്ല. ആ ഇത് ബാക്കിയുണ്ട്, അതാണ് ഈ പറയുന്നതില്. അപ്പൊ ഓക്കെ, ഇത് നമുക്ക് കൊയ്യാക്കല്ല കേട്ടോ, പക്ഷികൾക്ക് കോഴികൾ ഉണ്ടാവില്ല ഫുള്ള്. ഈ മയിലുണ്ടാവും കേട്ടോ, മയിലിനെ ഇട്ട് കൊടുക്കാം. എന്നും ഞമ്മക്ക് കിറുകിറുവായിട്ടേക്കാറ് കേട്ടോ, ചോറുണ്ടാവില്ല, കളയാനുണ്ടാവില്ല. ഇന്നും ഒരു നായി കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ചായയും കടിയൊക്കെ തിന്നതുകൊണ്ട് വലിയ വിശപ്പില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് അവിടെ മാറ്റിക്കട്ടെ കേട്ടോ. ഇപ്പം വന്നിട്ടേ പുറത്തിറങ്ങുള്ളൂ, അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പാത്രം കഴുകലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമുക്ക് കിടക്കാനുള്ള ഒരുക്കുന്നതിന് മുന്നേതാ പച്ചക്കറി വേണമെന്നല്ലേ, ചെറുപയർ കറി വേണമെന്നല്ലേ, ആ ആൾക്കില്ല ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് നല്ല കേട്ടോ, വെള്ളത്തിലിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അരി നമ്മളിപ്പം തന്നെ കഴുകി വെള്ളത്തിലിട്ടൊക്കെ കേട്ടോ. ഇതും അതുപോലെ വെള്ളം പാർന്ന് നോക്കട്ടെ കേട്ടോ. ഇനി ചെറുപയർ നമുക്ക് പച്ചക്കറി ആയിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോ. ചെറുപയർ കറി വെക്കണില്ല, അറസ്റ്റ് നമ്മൾ അന്ന് വെച്ചില്ലേ ചോറ് പോലെ, അങ്ങനെ കേട്ടോ ഇഷ്ടം. പക്ഷേ എൻ്റെ പാത്തുവിന് ഇഷ്ടം കറി വേണമെന്നാണ്. അപ്പം ഞോക്ക് കറിയാക്കി. ഇനി ഇതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് വരട്ടെ കേട്ടോ. അതേ എല്ലാം ഫുള്ള് സെറ്റായിട്ടോ. അപ്പോൾ നമ്മളെ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കെന്താ ഇതൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വെറുതെ തുടച്ചിടാം കേട്ടോ. ഈ അടുപ്പുമ്പോൾ തീരെ നമ്മൾ കത്തിച്ചതില്ല കേട്ടോ. ജസ്റ്റ് ഒരു വെള്ളം ചൂടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് അങ്ങനെ പോകും. ഇനി എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ കേട്ടോ, കൊടുന്ന് വെച്ചിട്ടില്ല, വെള്ളമൊക്കെ കയ്യാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഗ്യാസ് അടുപ്പ്, അങ്ങനെ ജസ്റ്റ് ഒരു തുടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച്, പിന്നെ ഇതാ ചെറുപയർ ഇതാ അരി ഒക്കെ വെള്ളത്തിലാക്കി. ഇത് കോളിഫ്ലവർ ആണ്, അത് അടക്കട്ടെ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ കമുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുള്ളി. അപ്പോൾ ഇതൊക്കെ നമുക്കിനി നാളെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി വെള്ളം വാർന്നത് മാറ്റി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആവും. രാവിലെ എണീറ്റ് ആദ്യം ചെയ്യണ പണി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകലും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മോള് പോയിട്ടോ, അവൾ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കും ഓളും പോയി. അപ്പോൾ ഇനി മിന്നുമോൾ കിടന്നിട്ടുണ്ട് കേട്ടോ. ആള് നല്ല ക്ഷീണിച്ച് അവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ.